ഇന്നത്തെ ഫിസിക്സ് ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നിവയെ കുറിച്ചാണ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഇനേർഷ്യയാണ്. എല്ലാ വസ്തുക്കളും ബലം പ്രയോഗിക്കാത്തോടത്തോളം കാലം അതിന്റെ അവസ്ഥയായ റെസ്റ്റിലോ യൂണിഫോം മോഷൻ എലോങ് സ്ട്രെയിറ്റ് ലൈനിലോ തുടരും എന്നാണ് പറഞ്ഞത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp by dt is directly proportional to applied force and the change takes place. ആ മാറ്റം ഉണ്ടാവുക in the direction of applied force എന്നാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ന്യൂട്ടന്റെ മൂന്നാം ചലനത്തെ കുറിച്ചാണ്, മൂന്നാം ചലന നിയമത്തെ കുറിച്ചാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. every action there is equal and opposite reaction. every action there is equal and opposite reaction. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവും. ഏതൊരു പ്രവർത്തനത്തിനും സമവും ഈക്വലും ഓപ്പോസിറ്റ് എതിരുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. നമ്മൾ ഒരു വഞ്ചി നിർത്തിയിട്ടിരിക്കുന്നു, കരയിൽ വഞ്ചി നിർത്തിയിട്ടിരിക്കുന്നു. ആ വഞ്ചിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാടി കയറുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ വഞ്ചിക്ക് എന്താ, നമ്മൾ കൊടുക്കുന്ന ഫലത്തിന് എതിരായിട്ട് ഒരു ചലനം ഉണ്ടാവും അല്ലെ. നമ്മൾ വഞ്ചി തുഴയുന്നു, ബാക്കിലേക്ക് കുത്തുന്നു, അപ്പോൾ വഞ്ചി മുന്നിലോട്ട് പോകുന്നു. നമ്മൾ നീന്തുന്നു, കൈകൊണ്ട് ബാക്കിലേക്ക് തുഴയുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു അല്ലെ. വഞ്ചി കരയിലെത്താൻ പോകുന്നു, നമ്മൾ അതിൽ നിന്ന് ചാടി ഇറങ്ങുന്നു, അപ്പോൾ വഞ്ചി ബാക്കിലേക്കും നമ്മൾ മുന്നിലേക്ക് പോകുന്നു. ഇതൊക്കെ ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം പറയുന്നതാണ് every action there is equal and opposite reaction. എ എന്ന് പറയുന്ന ഒരു വസ്തു ബി എന്ന് പറയുന്ന ഒരു വസ്തു തമ്മിൽ കൂട്ടിമുട്ടി, എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തു കൂട്ടിമുട്ടുമ്പോൾ എ ബിന്റെ അടുത്തും ബി എന്റെ അടുത്തും ഫോഴ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. F suffix AB, it is the force acting on A due to B. F suffix AB ആണ് force acting on A with respect to B. F suffix BA, it is a force acting on B due to A. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഈക്വൽ പറഞ്ഞാൽ F suffix AB equal to F suffix BA ആണ്. ഓപ്പോസിറ്റ് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇങ്ങോട്ട് കൊടുക്കണ്ടേ. അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം every action there is equal and opposite reaction. അപ്പൊ F suffix AB എന്തിന് തുല്യമായിരിക്കണം? F suffix BA ക്ക് തുല്യമായിരിക്കണം. അത് മാത്രം പോരാ, ഒരു നെഗറ്റീവ് ചിഹ്നം കൂടെ കൊടുക്കണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അടുത്ത ടോപ്പിക് ഞാൻ പറയുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ്. ഏതൊരു ആളുടെയും കൺസർവേഷൻ പറയാൻ പറഞ്ഞാൽ മാറ്റമില്ലാതെ തുടരുന്നു, റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. കൺസർവേഷൻ മീൻസ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം മാറ്റമില്ലാതെ തുടരുന്നു. ഒരു സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം മാറ്റമില്ലാതെ തുടരണമെങ്കിൽ ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ ഉണ്ട്. ഇഫ് there is no external force acting, പുറമേ നിന്ന് ബലം വരാതിരിക്കുന്നിടത്തോളം കാലം മാത്രമാണ് എന്തുണ്ടാവുന്ന സിസ്റ്റത്തിലെ ലീനിയർ മൊമെന്റം മാറ്റമില്ലാതെ തുടരുന്നത്. അപ്പൊ ഒരു കണ്ടീഷനിലാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇഫ് there is no external force acting, പുറമേ നിന്ന് ഒരു ബലം വരാത്തോടത്തോളം കാലം സിസ്റ്റത്തിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ പറയുന്നത്. ഇഫ് there is no external force acting on the system, സിസ്റ്റത്തിൽ പുറമേ നിന്നുള്ള ബലം വരാത്തോടത്തോളം കാലം the total linear momentum of the system remains constant. അതാണ് കൺസർവേഷൻ. അപ്പൊ എന്തിന്റെയും കൺസർവേഷൻ പറയാൻ പറഞ്ഞാൽ there is no change, remains constant എന്നാണ് അർത്ഥം. ഇനി കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തെ നമുക്ക് പ്രൂവ് ചെയ്യണം. അത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം, ന്യൂട്ടന്റെ തേർഡ് ലോയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. രണ്ടും പരീക്ഷയ്ക്ക് വരുന്നതാണ്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഞാൻ പ്രൂവ് ചെയ്യാൻ
പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നിങ്ങൾക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. പുറമേ നിന്ന് കൊടുക്കുന്ന ബലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സിസ്റ്റത്തിൽ എന്തുണ്ടാകുന്നത്? മൊമെന്റത്തിന്റെ മാറ്റത്തിന്റെ നിരക്കുണ്ടാകുന്നത്. സമയത്തിനനുസരിച്ച് മൊമെന്റം മാറുന്നത് പുറമേ നിന്ന് ബലം കൊടുക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? dp/dt is equal to F. പക്ഷെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ പറയുന്നു ഇഫ് there is no external force acting. അപ്പൊ എഫിന്റെ സ്ഥാനത്ത് if there is no external force എന്ന് പറഞ്ഞാൽ എഫിന്റെ സ്ഥാനത്ത് നിങ്ങൾ 0 എന്ന് പറയണം. അപ്പോൾ dp/dt is equal to 0. dp/dt എന്ന് പറഞ്ഞാൽ p ന്റെ ഡിഫറൻസിയേഷൻ ആണ്. dp/dt എന്ന് പറഞ്ഞാൽ d/dt ഓഫ് p എന്നാണ് അർത്ഥം. മൊമെന്റത്തെയാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മൊമെന്റ മാറ്റത്തിന്റെ നിരക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഡിഫറൻസിയേഷനിൽ ഉത്തരം 0 കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആള് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൻസർ 0 കിട്ടുന്നത്. മനസ്സിലായി? അപ്പൊ dp/dt is equal to 0 വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആള് മൊമെന്റമാണ്. മൊമെന്റം എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യപ്പെട്ടില്ലേ? ഇഫ് there is no external force acting, linear momentum, total linear momentum of the system is constant. അപ്പൊ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം വെച്ചുകൊണ്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് അല്ലെ? നമ്മൾ എന്താ dp/dt is equal to F. അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഇഫ് there is no external force acting, F ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പൊ dp/dt equal to 0. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത p, ദാറ്റ് ഈസ് മൊമെന്റം, ഇസ് ഈക്വൽ ടു ആരായിരിക്കണം? ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യയായിരിക്കണം. പ്രൂഫ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചത് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് സ്പിയേഴ്സ്, രണ്ട് ബോഡികൾ, രണ്ട് ഗോളാകൃതിയുള്ള രണ്ട് ബോഡികൾ എടുക്കുന്നു. പേര് എന്നും ബി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ബോഡിയായ എന്റെ മാസ് m1. അയാൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി u1. രണ്ടാമത്തെ ബോഡിയായ p, അയാളുടെ മാസ് m2. അയാൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് u2. രണ്ടുപേരും സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. പുറകിൽ വരുന്ന a എന്ന് പറയുന്നതിന്റെ വേഗത മുന്നിൽ പോകുന്ന ബിയുടെ വേഗതയേക്കാൾ കൂടുതലാണ്. u1 ഗ്രേറ്റർ ദാൻ u2 ആണ്. അപ്പോൾ നിശ്ചിത സമയം കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? a വന്ന് ബിന്റെ മേളിലിടിക്കും. എ വന്ന് ബിന്റെ മേളിലിടിക്കുമ്പോ എ ബിന്റെ മേളിലും ബി എന്റെ മേളിലും ബലങ്ങൾ ഉണ്ടാക്കും. ഇടിക്ക് ശേഷം അവർ വീണ്ടും സഞ്ചരിച്ചു. ഇടിച്ചപ്പോ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് പോയൊന്നില്ല. അപ്പൊ മാസ് റിമൈൻസ് കോൺസ്റ്റന്റ്. എന്റെ മാസ് m1 തന്നെ, ബിന്റെ മാസ് m2 തന്നെ. പക്ഷെ u എന്ന് പറയുന്ന വേഗത v എന്ന് പറയുന്ന വേഗതയായിട്ട് മാറി. ഫൈനൽ വെലോസിറ്റി v1. u2 എന്ന് പറയുന്ന ബിന്റെ ഇനീഷ്യൽ വേഗത v2 എന്ന് പറയുന്ന ഫൈനൽ വേഗതയായിട്ട് മാറി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവർ തമ്മിൽ ഒരു ഡെൽറ്റ ടി ടൈമിലേക്കാണ് കൊളൈഡ് ചെയ്തത്. എ വന്ന് ബിന്റെ അവിടെ ഒറ്റടി, എന്നിട്ട് രണ്ടുപേരും തെന്നി മാറി സഞ്ചരിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? ബി എന്റെ മേളില് എന്തുണ്ടാക്കി? ഒരു ഫോഴ്സ് ഉണ്ടാക്കി. ബി എന്റെ മേളിലൊരു ഫോഴ്സ് ഉണ്ടാക്കി. ബി ഡെവലപ്സ് എ ഫോഴ്സ് ഓൺ എ. അതെന്തായിരിക്കും? എന്റെ മൊമെന്റ മാറ്റത്തിന്റെ നിരക്കിന് തുല്യമായിരിക്കും. നമുക്കറിയാലോ dp/dt ആണ് F. dp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം, മാസിന്റെ വെലോസിറ്റി m1 u1. എന്റെ ഫൈനൽ മൊമെന്റം m1 v1. അപ്പൊ എന്റെ മൊമെന്റ മാറ്റത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ മൊമെന്റ മാറ്റം ബൈ ടൈം. അപ്പൊ m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമ പ്രകാരം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഓഫ് മൊമെന്റം ബൈ ടൈം. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഫൈനൽ മൊമെന്റം m1 v1, എന്റെ ഇനീഷ്യൽ മൊമെന്റം m1 u1. അവർ തമ്മിലുള്ള മാറ്റം m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഫോഴ്സ് ആക്ടിംഗ് ഓൺ b ഡ്യൂ ടു a, ഇറ്റ് ഈസ് ദ മൊമെന്റം ആറ്റം ഓഫ് b വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ബിക്ക് ഉണ്ടായിട്ടുള്ള മൊമെന്റ മാറ്റം. ബിന്റെ ഇനീഷ്യൽ മൊമെന്റം m2 u2, ബിന്റെ ഫൈനൽ മൊമെന്റം m2 p2.
അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബി എത്രയും m2v2 മൈനസ് m2u2 ഡിവൈഡ് ബൈ ടൈം ഡെൽറ്റ ടി. അപ്പൊ മൊമെന്റ് മാറ്റം ബൈ ടൈം dp ബൈ dt ക്ക് ഈക്വലന്റ് ആണ് ഫോഴ്സ്. ഇവിടെ f സഫിക്സ് ab എന്ന് പറയുമ്പോൾ a ന്റെ f സഫിക്സ് b എന്ന് പറയുമ്പോൾ b ന്റെ. ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എന്തായിരിക്കണം? തുല്യവും വിപരീതവുമായിട്ടുള്ള ബലങ്ങൾ f സഫിക്സ് ab ഈക്വൽ ടു f സഫിക്സ് b എന്നല്ല എഴുതുന്നത് മൈനസ് ഓഫ് f സഫിക്സ് b. അപ്പോഴാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്താ വരിക m2 v2 മൈനസ് m2 u2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. മൈനസ് ഓഫ് ആയിട്ടുണ്ട് ഡെൽറ്റ ടി മരിച്ചു പോയി അല്ലെ. ഈ നെഗറ്റീവിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് m2 v2 മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് m2 u2. ശരിയല്ലേ? u ഒക്കെ ഒരു സ്ഥലത്തേക്ക് v ഒക്കെ ഒരു സ്ഥലത്തേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ നിന്ന് കിട്ടും മൈനസ് m2 u2. ഇവിടെ മൈനസ് m1 u1 ഉണ്ട് ഈക്വൽ ടു ഇവിടെ മൈനസ് m2 v2. ഇപ്പുറത്തുനിന്ന് വരുമ്പോ മൈനസ് m1 v1. ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുക, ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ മൈനസ് ഓഫ് m2 u2 പ്ലസ് m1 u1 ഈക്വൽ ടു മൈനസ് ഓഫ് m2 v2 പ്ലസ് m1 v1. ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞത്? m2 u2 പ്ലസ് m1 u1 ഈക്വൽ ടു m2 v2 പ്ലസ് m1 v1. അപ്പോൾ m2 u2 പ്ലസ് m2 u1 ഈക്വൽ ടു m2 v2 പ്ലസ് m1 v1. അങ്ങനെ പറയുമ്പോൾ u എന്ന് പറയുന്നത് ഇടിക്ക് മുന്നുള്ളതല്ല, v എന്ന് പറയുന്നത് ഇടിക്ക് ശേഷമല്ല. ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളീഷൻ, ഇടിക്ക് മുന്നേയുള്ള ആകെ മൊമെന്റം ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോ ഇടിക്ക് മുന്നും ശേഷവും തമ്മിൽ മൊമെന്റത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. മൊമെന്റം ഈ റിമൈൻസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് കോൾഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അടുത്ത പഠിക്കുന്നത് റീകോയിൽ ഓഫ് ഗൺ ആണ്. വളരെ പ്രധാനപ്പെട്ട പരീക്ഷ വരും റീകോയിൽ ഓഫ് ഗൺ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളൊരു തോക്കെടുത്തിട്ട് വെടിവെച്ച് കഴിഞ്ഞാൽ വെടിയുണ്ട മുന്നിലേക്ക് പോകും. വെടിയുണ്ട മുന്നിലേക്ക് പോകുന്ന വേഗതയെ വിളിക്കുന്ന പേരാണ് മസിൽ സ്പീഡ്. എന്താ വിളിക്കുന്ന പേര്? മസിൽ സ്പീഡ്. ഈ സമയത്ത് തോക്ക് പുറകോട്ട് വരും. തോക്ക് പുറകോട്ട് വരുന്ന വേഗതയുടെ പേരാണ് റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി ഈ പ്രതിഭാസമാണ് റീകോയിൽ ഓഫ് ഗൺ. അപ്പൊ നമ്മൾ ഒരു ഗൺ എടുത്തിട്ട് ഫയർ ചെയ്യുമ്പോൾ ഗൺ പുറകോട്ട് വരും, ബുള്ളറ്റ് മുന്നോട്ട് പോകും. ഗണ്ണിന്റെ പുറകിലോട്ടുള്ള വരവിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. ആ വരുന്ന വേഗതയെ, പുറകോട്ട് വരുന്ന വേഗതയെ റീകോയിൽ വെലോസിറ്റി എന്ന് പറയും. ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നതിനെ പറയുന്ന പേര് മസിൽ സ്പീഡ് എന്നാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്നൊക്കെ പറയാറ്. എന്നുവെച്ചാൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ എക്സാമ്പിൾ ആണ് റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗണ്ണിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ന്യൂട്ടന്റെ തേർഡ് ലോ എന്നല്ല, മറിച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പോ വെടിവെക്കുന്നതിന് മുന്നുള്ള മൊമെന്റവും വെടിവെച്ചതിന് ശേഷമുള്ള മൊമെന്റം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. വെടിവെക്കുന്നതിന് മുന്നുള്ള മൊമെന്റം 0 ആയിരിക്കും അല്ലെ? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ആൻസർ എത്രയായിരിക്കും? 0. കാരണം എന്താ? ബുള്ളറ്റും അതുപോലെ തന്നെ ഗണ്ണും അനങ്ങുന്നില്ല. അപ്പൊ വേഗത ഇല്ലല്ലോ. വേഗത ഇല്ലെങ്കിൽ മൊമെന്റം ഉണ്ടാവില്ല. കാരണം മാസിന്റെ വേഗതയാണല്ലോ. മാസ് ഉണ്ടാവുന്നതായിരുന്നു, പക്ഷെ വേഗത ഇല്ലാത്ത മൊമെന്റം ഇല്ല അല്ലെ? അപ്പോ ബിഫോർ ഫയറിംഗിലുള്ള മൊമെന്റവും ആഫ്റ്റർ ഫയറിംഗിലുള്ള മൊമെന്റവും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ബിഫോർ ഫയറിംഗിലുള്ള മൊമെന്റം 0 എനങ്ങാത്തായിരുന്നു. ആഫ്റ്റർ ഫയറിംഗിൽ രണ്ട് ആൾക്കാർക്കും എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട് അല്ലെ? ഗണ്ണിന് മാസ് ഉണ്ട്, ഗണ്ണിന്റെ വെലോസിറ്റി, റീകോയിൽ വെലോസിറ്റി. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം, റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ ബി. അപ്പൊ ഗണ്ണിന്റെ മൊമെന്റം വലിയ എം. ബുള്ളറ്റിന്റെ മാസ് ചെറിയ എം. ബുള്ളറ്റിന്റെ സ്പീഡ്, മുന്നോട്ട് പോകുന്ന സ്പീഡ്, ഫോർവേഡ് സ്പീഡ് ഓഫ് ബുള്ളറ്റ് ഈസ് കോൾഡ് മസിൽ സ്പീഡ്. അത് ചെറിയ വി. അപ്പൊ ബുള്ളറ്റിന്റെ മൊമെന്റം ചെറിയ എം ഇൻറ്റു ചെറിയ വി. അപ്പൊ രണ്ടുപേരുടെ ആകെ മൊമെന്റം വലിയ എം വി പ്ലസ് ചെറിയ എം വി. അപ്പൊ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ഈക്വൽ ടു 0 ഈക്വൽ ടു വലിയ എം വി പ്ലസ് ചെറിയ എം വി. അപ്പൊ വലിയ എം വി അപ്പുറത്തേക്ക് നെഗറ്റീവ് ആവും. അതിൽ നിന്ന് വലിയ വി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ മൈനസ് അടിയിലേക്ക് അപ്പുറത്തേക്ക് പോയിക്കോളും. അപ്പൊ നെഗറ്റീവ് ആവും ഫംഗ്ഷൻ. അപ്പൊ റീകോയിൽ വെലോസിറ്റി വലിയ വി ഈക്വൽ ടു മൈനസ് ഓഫ് ചെറിയ എം വി ഡിവൈഡ് ബൈ വലിയ എം. വലിയ എം ആര? മാസ് ഓഫ് ഗൺ. ചെറിയ എം ആര? മാസ് ഓഫ് ബുള്ളറ്റ് അല്ലെ? ചെറിയ വി ആര? ബുള്ളറ്റ് അക്യൂർ ചെയ്യുന്ന ഫോർവേഡ് സ്പീഡ്, ദാറ്റ് ഈസ് കോൾഡ് മസിൽ സ്പീഡ്. അപ്പൊ റീകോയിൽ വെലോസിറ്റി കുറയ്ക്കണം എന്ന് വിചാരിക്കാം, എന്നാലും നമുക്ക് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ? വെടിവെക്കുമ്പോ ഗണ്ണ് ബാക്കിലേക്ക് അധികം തെറിക്കരുത്. അപ്പൊ നമുക്ക് ഉന്നം തെറ്റും.
അപ്പോ നമ്മൾ ഹെവി ഗൺ ഉപയോഗിക്കോ അല്ലെങ്കിൽ ലൈറ്റർ ഗൺ ഉപയോഗിക്കോ? ഭാരം കൂടിയ തോക്ക് വേണോ ഭാരം കുറഞ്ഞ തോക്ക് വേണോ? ഭാരം കൂടിയ തോക്കായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ. ബിക്കോസ് അത് ഷാർപ്പായി തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഭാരം കൂടുന്തോറും റീകോയിൽ വെലോസിറ്റി കുറയും. ഗണ്ണിന്റെ ഭാരം കൂടുന്തോറും റീകോയിൽ വെലോസിറ്റി കുറയും. ഓക്കെ, താങ്ക് യു.